ബിഗ് ബോസ് സീസൺ 8. നിങ്ങളെല്ലാവരും ഇപ്പോൾ ചിന്തിക്കുന്നത് ബിഗ് ബോസ് സീസൺ 6 അല്ലേ കഴിഞ്ഞ് ഇനി 7 വരാണ്ട് നേരെ 8ലേക്കാണോന്നല്ലേ. സോ അതിനെ പറ്റിയല്ല, ബിഗ് ബോസ് തമിഴ് 8 തുടങ്ങാൻ പോവുകയാണ്. അതായത് ഒക്ടോബർ 6 തുടങ്ങാൻ പോവുകയാണ്. ആരൊക്കെയാണ് കൺഫേംഡ് ആയിട്ടുള്ള കണ്ടസ്റ്റൻറ്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ പല സോഴ്സുകളിൽ നിന്നൊക്കെ കിട്ടിയ ആ ഒരു പേരുകളും കാര്യങ്ങളൊക്കെ വെച്ചിട്ടുള്ള ഒരു കൺഫേംഡ് ആൻഡ് പകുതി കൺഫേംഡ് എന്നൊക്കെയുള്ള രീതിയിലുള്ള കണ്ടസ്റ്റൻസിൻ്റെ പേരും കാര്യങ്ങളൊക്കെയാണ് നമ്മൾ ഈ ഒരു വീഡിയോയിൽ പറയാൻ പോകുന്നത്. സോ തമിഴിൽ എനിക്ക് അവളോ தெரியாதது കൊണ്ട് ഞാൻ തമിഴിൽ റിവ്യൂ പണ്ട പോറേ ഇല്ലേ. തമിഴിൽ റിവ്യൂ പറയാൻ പോകുന്നില്ല. സോ നിങ്ങൾ ബിഗ് ബോസ് തമിഴ് കണ്ടിട്ടുള്ള ഒരാളാണ്, സീസൺസ് ഒക്കെ ഏതെങ്കിലുമൊക്കെ സീസൺ കണ്ടിട്ടുണ്ട്, നിങ്ങളുടെ ഫേവറേറ്റ് സീസൺ ഏതാണ്, നിങ്ങളുടെ ബിഗ് ബോസ് തമിഴിലെ ഫേവറേറ്റ് കണ്ടസ്റ്റന്റ് ആരാണെന്നുള്ള കാര്യങ്ങളെ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തും. സോ എന്തായാലും നമുക്ക് കൺഫേംഡ് ലിസ്റ്റും കാര്യങ്ങളൊക്കെ പോകുന്നതിന് മുമ്പ് ഒക്ടോബർ 6 ഈ ഒരു ഷോ സ്റ്റാർട്ട് ചെയ്യാൻ പോകുന്നത്. ബിഗ് ബോസ് സീസൺ 8 തമിഴ് സ്റ്റാർട്ട് ചെയ്യാൻ പോകുന്നത്. സോ ഇത്തവണ ബിഗ് ബോസ് കാണാൻ വേറൊരു കാരണം കൂടി എന്ന് വെച്ച് കഴിഞ്ഞാൽ വിജയ് സേതുപതിയാണ് ഹോസ്റ്റ് ചെയ്യുന്നത്. സോ റിയൽ ലൈഫ് ടു റിയൽ ലൈഫ് റിയൽ ലൈഫ് ടു റിയൽ ലൈഫ് സിനിമയിലൊക്കെ കണ്ടിട്ടുള്ള ആ വിജയ് സേതുപതി, നമ്മൾ പ്രസംഗം മീൻസ് നമ്മൾ സ്റ്റേജിലൊക്കെ കണ്ടിട്ടുള്ള ആ ഒരു വിജയ് സേതുപതി ടു ബിഗ് ബോസ് ഹോസ്റ്റ് ആകുമ്പോൾ എങ്ങനെയാണ് അദ്ദേഹം ആ ഒരു കാര്യം ചെയ്യാൻ പോകുന്നത്, എങ്ങനെയാണ് ആൾക്കാരോട് സംസാരിക്കാൻ പോകുന്നത് എന്നുള്ള കാര്യങ്ങളൊക്കെ അറിയാനുള്ള ഒരു ക്യൂരിയോസിറ്റിയും കൂടി ഉണ്ട് എന്ന് വെച്ചോട്ടോ. സോ എന്തായാലും നല്ല രീതിയിൽ ഈ ഒരു ഷോ ഹോസ്റ്റ് ചെയ്ത് കൊണ്ടുപോകാൻ അദ്ദേഹത്തിന് സാധിക്കട്ടെ എന്ന് നമുക്ക് നോക്കാം. ചൂടാവേണ്ട സ്ഥലത്ത് നല്ല കിടിലനായിട്ട് ചൂടായി ഒരു നല്ല കിടിലനൊരു സാധനം, ഒരു റെഡ് കാർഡൊക്കെ വന്നാൽ പൊളിക്കൂലേ. എന്തായാലും വിജയ് സേതുപതി ഫാൻസ് ഉണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിൽ അതും കമൻറ്റ് രേഖപ്പെടുത്താം. ലൈക്ക് ചെയ്യാത്തവർ ഇപ്പം തന്നെ ലൈക്ക് രേഖപ്പെടുത്താം കേട്ടോ. സോ എന്തായാലും തമിഴ് റിവ്യൂ നമ്മൾ ചെയ്യില്ല, എനിക്കറിയില്ല തമിഴ്, അതുകൊണ്ടാണ്. സോ എന്തായാലും സീസൺ 6 സ്റ്റാർട്ട് ചെയ്യുന്നതിന് മുമ്പ് ബിഗ് ബോസ് പഴയ കണ്ടസ്റ്റൻസ്, അതായത് ഇതുവരെ കഴിഞ്ഞ 7 സീസണിലെ ചില കണ്ടസ്റ്റൻസുകൾ എല്ലാവരും വന്നു. നമ്മുടെ താത്തയൊക്കെ ഇല്ലേ, നമ്മൾ മലയാള റിവ്യൂ തെലുങ്ക് റിവ്യൂ ഒക്കെ ചെയ്യുന്ന ബിഗ് ബോസ് തമിഴിലെ കണ്ടസ്റ്റൻ്റ് ആയിരുന്നു താത്തയൊക്കെ. അങ്ങനെ കുറേ പേരുള്ള ഒരു ഡിസ്കഷനും കാര്യങ്ങളൊക്കെ വിജയ് TV ടെലികാസ്റ്റ് ചെയ്യുന്നുണ്ട്. സോ TRP മുഖ്യം ബിഗ്ലേ എന്ന് പറയുന്ന പോലെ തന്നെയാണ് പഴയ കണ്ടസ്റ്റൻസിനെ കൊണ്ടുവന്നിട്ട് ഒരു വൈബ്രൻ്റ് ആക്കിയിട്ട് ഷോ 6 മണിക്ക് സ്റ്റാർട്ട് ചെയ്യുന്ന രീതിയിലാണ് തുടങ്ങുന്നത്. സോ എന്തായാലും അടിപൊളിയായിട്ട് പോട്ടെ. വിജയ് TV സുമ്മാവാ. അപ്പം ആദ്യം വിജയ് സേതുപതി ആ ഒരു ഹോസ്റ്റ് ആയിട്ട് വരുന്നു. പിന്നെ നമുക്ക് കൺഫേംഡ് കണ്ടസ്റ്റന്റ് എന്നൊക്കെയുള്ള രീതിയിലൊക്കെ പറയുന്നത് ജാക്ലിൻ വരുന്നുണ്ടെന്ന് പറയുന്നത്, അതായത് വിജയ് TVയുടെ പണ്ടത്തെ അവതാരികയായിരുന്നു ജാക്ലിൻ എന്ന് പറയുന്നത്, അവർ വരുന്നുണ്ടെന്ന് പറയുന്നുണ്ടായിരുന്നു. പിന്നെ സുചിത്ര, ആ പേര് കേൾക്കുമ്പോൾ തന്നെ എല്ലാവരും അവരല്ല, കാർത്തിക് കുമാർ വരുന്നുണ്ട് എന്നുള്ള രീതിയിലാണ് വരുന്നത്. പിന്നെ വിശാൽ, അതെ, അപ്പോൾ വിശാൽ എന്ന് പറയുമ്പോൾ തന്നെ തമിഴിൽ വിശാൽ എന്ന് പറയുമ്പോൾ തന്നെ നമ്മളെല്ലാവരും സിനിമ നടൻ വിശാലിലേക്ക് പോകും. ആ വിശാലല്ല, വിജയ് വിശാൽ സീരിയൽ നടനാണ്. പിന്നെ ദർശ ഗുപ്ത വരുന്നുണ്ടെന്ന് പറയുന്നുണ്ടായിരുന്നു, കുക്കു വിത്ത് കോമാളിയിൽ ഉണ്ടായിരുന്നത്. പിന്നെ അതുപോലെ തന്നെ ഒരു ഇൻട്രസ്റ്റിംഗ് ആയിട്ട് കേട്ട ഒരു കാര്യം, നമ്മളിപ്പം മലയാളത്തിൽ അൻസിബ കഴിഞ്ഞ സീസണിൽ വന്നു, അത് ദൃശ്യത്തിൽ ലാലേട്ടൻ്റെ മോളായിരുന്നു. സോ ഈ സീസണിൽ തമിഴിൽ അങ്ങനത്തെ ഒരു സംഭവം ഉണ്ടാവുന്നൊക്കെ കേൾക്കുന്നു. അതായത് മഹാരാജ മൂവിയിൽ വിജയ് സേതുപതി നായകനായിട്ടുള്ള മഹാരാജ മൂവിയിൽ വിജയ് സേതുപതിയുടെ മകളായിട്ട് അഭിനയിച്ച ആ ഒരു കുട്ടി, സോ അവർക്ക് 18 വയസ്സ് കഴിഞ്ഞിട്ടുണ്ടാവും അല്ലേ. ഒബ്വിയസ്ലി ഈ കൺഫേംഡ് ലിസ്റ്റിലും കാര്യങ്ങളിലൊക്കെ വരുന്ന പേരാണ്. സോ അതായത് സജ്ജന അങ്ങനെ എന്തോ ആണ് പേര്. സോ വിജയ് സേതുപതിയുടെ മഹാരാജ മൂവിയില്ലേ, അതിനകത്ത് വിജയ് സേതുപതിയുടെ മകളായിട്ട് അഭിനയിച്ച ആ കുട്ടി. ഓക്കെ, പിന്നെ വന്നിരിക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ അൻഷിതേനെ മലയാളം പ്രേക്ഷകർക്കും അറിയായിരിക്കും, അൻഷിത പേര് കേട്ടിട്ടുണ്ടാവും. സോ അൻഷിത ഇപ്പോൾ തമിഴിലെ ചെല്ലമ്മ എന്ന് പറയുന്ന സീരിയലിൽ ആക്ട് ചെയ്യുന്നതാണ്. സോ മലയാളത്തിലുള്ളവർക്കും നന്നായിട്ട് അറിയുന്ന വ്യക്തിയായിരിക്കും അൻഷിത എന്ന് പറയുന്നത്. പേര് കേട്ടപ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും. സോ അവരും കുക്കു വിത്ത് കോമാളിയിലൊക്കെ ഉണ്ടായിരുന്നു. സോ അവരും കൺഫേംഡ് ലിസ്റ്റായിട്ടൊക്കെ വരുന്നുണ്ട്. ഇനിയിപ്പം ഒരു പകുതി കൺഫേംഡ് അല്ലെങ്കിൽ വരാൻ സാധ്യതയുണ്ട് എന്നാൽ ഇല്ല എന്നുള്ള രീതിയിലൊക്കെ കേൾക്കുന്നതാണ് സോയയും മലയാളം പ്രേക്ഷകർക്ക് ശരിക്കും അറിയായിരിക്കും. സോയയും ഇപ്പം തമിഴിലാണ് കൂടുതൽ വർക്ക് ചെയ്യുന്നത്. സോ സോയയും തമിഴ് ബിഗ് ബോസ് സീസൺ 8 വരാനുള്ള സാധ്യതകൾ ഉണ്ടെന്നാണ് കേൾക്കുന്നത്. പിന്നെ TTF വസന്ത് വരാനുള്ള സാധ്യത ഉണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ കൺഫേംഡ് ലിസ്റ്റ് എന്ന് പറഞ്ഞിട്ടുള്ള പലരുടെയും ലിസ്റ്റിൽ കേട്ടിട്ടുള്ള ഒരു പേരാണ്. പക്ഷേ ഒരു 50-50 ചാൻസ് എന്നുള്ള രീതിയിലൊക്കെ വരാൻ പറ്റുള്ളൂ. പിന്നെ അർണവ് വരും എന്നൊക്കെയുള്ള രീതിയിൽ പറയുന്നുണ്ടായിരുന്നു. ചെല്ലമ്മ സീരിയൽ നേരത്തെ അൻഷിത നായികയായിട്ടുണ്ടായിരുന്ന ആ സീരിയലിലെ നായകൻ അർണവ്, പിന്നെ സുനിത കുക്കു വിത്ത് കോമാളിയിൽ ഉണ്ടായിരുന്ന സുനിത, ഇവരൊക്കെ. പിന്നെ കുറേ പേര് പറയുന്നുണ്ടായിരുന്നു പഴയ കണ്ടസ്റ്റൻസ് വരാനുള്ള സാധ്യതകളുണ്ട് സീസൺ 8ലേക്ക്, അതായത് സീസൺ 6 സീസൺ 7 കണ്ടസ്റ്റന്റ് തിരിച്ചു വരാനുള്ള സാധ്യതകൾ ഉണ്ട് എന്നുള്ള രീതിയിലൊക്കെ പറയുന്നുണ്ടായിരുന്നു. സോ അങ്ങനെയൊന്നും വരാനുള്ള സാധ്യതകളില്ല. ഞാൻ ഇതുവരെ അങ്ങനെ ബിഗ് ബോസിൽ അങ്ങനെ കണ്ടിട്ടില്ല. അൾട്ടിമേറ്റിലൊക്കെ കണ്ടിട്ടുണ്ടെന്നല്ലാണ്ട് നമ്മളെ പഴയ കണ്ടസ്റ്റൻസ് ഒന്നും തിരിച്ചു വന്നിട്ട് അങ്ങനെ ഒരു, അതായത് പിന്നെയും ഇൻട്രോ കൊടുത്ത് പിന്നെയും ബിഗ് ബോസിലേക്ക് അങ്ങനെ ഒരു സംഭവം കണ്ടിട്ടില്ല. സോ അതുകൊണ്ട് തന്നെ പഴയ കണ്ടസ്റ്റൻസ് ഒന്നും വരാനുള്ള സാധ്യതകൾ വളരെ കുറവായിരിക്കും.
പിന്നെ വേറൊരു കൺഫേംഡ് ലിസ്റ്റ് എന്നുള്ള രീതിയിൽ വന്ന സത്യ. ഇപ്പം ഞാനിവിടെ ഫോട്ടോ കാണിക്കാം. സത്യ ബിഗ് ബോസ് സീസൺ 8 ഉണ്ട് എന്നുള്ള രീതിയിൽ, ഒരു കൺഫേംഡ് എന്നുള്ള രീതിയിലൊക്കെ കാര്യങ്ങൾ കേൾക്കുന്നു. സോ ഇത്രയൊക്കെയാണ് ഒരു കൺഫേംഡ് അൺകൺഫേംഡ് എന്നൊക്കെയുള്ള രീതിയിൽ. ഇനിയിപ്പോൾ എന്തായാലും ഷോ തുടങ്ങി കഴിഞ്ഞതിന് ശേഷം നമുക്ക് ഓരോരുത്തരെ ആരൊക്കെയാണ് വന്നതെന്നൊക്കെയുള്ള രീതിയിലൊക്കെ നോക്കാം. സോ എന്തായാലും ഇതാണ് ഇപ്പോൾ ഇതിൽ തന്നെ ഇവരൊക്കെ വരുമോ ഇല്ലയോ എന്നൊക്കെയുള്ള കാര്യങ്ങളൊക്കെ കണ്ടു തന്നെ അറിഞ്ഞിരിക്കുന്നത്. എന്തായാലും തമിഴ് ബിഗ് ബോസിലെ ഒരു ചെറിയ കണ്ടസ്റ്റൻസ് ലിസ്റ്റാണ്. കണ്ടസ്റ്റൻസ് ലിസ്റ്റൊക്കെ തമിഴിൽ പിന്നെ കണ്ടസ്റ്റൻസിന് അങ്ങനെ പഞ്ഞൊന്നുമില്ലല്ലോ. പിന്നെ അവരുടെ കണ്ടന്റിനും ക്ഷാമങ്ങൾ കുറവായിരിക്കും, നല്ല കണ്ടന്റുകളായിരിക്കും. സോ എന്തായാലും അടിപൊളിയായിട്ടുള്ള ഒരു സീസണായിട്ട് മാറട്ടെ. വിജയ് സേതുപതി എങ്ങനെ ഹാൻഡിൽ ചെയ്യുന്നു, റെഡ് കാർഡുകൾ, അങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും പാർഷ്യാലിറ്റി ഇനിയാണ് കേൾക്കാൻ പോകുന്നത്. അതായത് ഈ ബിഗ് ബോസിന് ഏറ്റവും വലിയൊരു സംഭവം അതാണ്. ആരെങ്കിലും, അതായത് പ്രേക്ഷകർക്ക് അത്രത്തോളം മതിപ്പില്ലാത്ത ഒരാളെ നമ്മുടെ ഹോസ്റ്റ് ഒന്ന് നന്നായിട്ട് ഇതാക്കി പറഞ്ഞു കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ തുടങ്ങി അങ്ങോട്ട്, അതായത് ആങ്കറിനും ചീത്ത വിളി, അങ്ങനെ അങ്ങനത്തെ ഒരു സംഭവമാണ്. എന്തായാലും നമുക്ക് നോക്കാം വിജയ് സേതുപതി എങ്ങനെ ഹാൻഡിൽ ചെയ്യുന്നു. ഒന്നാമത് പ്രേക്ഷകരുടെ തൃപ്തിപ്പെടുത്തണം, ബിഗ് ബോസ് കണ്ടസ്റ്റൻസിനെ തൃപ്തിപ്പെടുത്തണം, അദ്ദേഹത്തിന് സ്വയം സാറ്റിസ്ഫാക്ഷൻ കിട്ടണം. സോ ഒബ്വിയസ്ലി നോക്കാം, ഒരു അടിപൊളി ഷോ ആയിട്ട് തന്നെ ബിഗ് ബോസ് സീസൺ 8 തമിഴ് മാറട്ടെ എന്ന് നമുക്ക് പ്രത്യാശിക്കാം. സോ സീസൺ 8 റിവ്യൂ ചെയ്യണോ വേണ്ടോ എന്നുള്ള കാര്യങ്ങൾ നിങ്ങൾ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്താം. തമിഴ് കാണുന്നവരുണ്ടെങ്കിൽ നിങ്ങളൊന്ന് പറയട്ടോ. ഉണ്ടെങ്കിൽ മാത്രം നമുക്ക് അങ്ങനെ റിവ്യൂയും കാര്യങ്ങളൊക്കെ പറഞ്ഞ് ഇങ്ങനെ ഇട്ടാൽ മതിയല്ലോ, അല്ലെങ്കിൽ നമ്മൾ എന്തിനാണ്. സോ ഒബ്വിയസ്ലി വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. പുതിയ ബിഗ് ബോസ് റിലേറ്റഡ് വാർത്തകളും കാര്യങ്ങളൊക്കെ ആയിട്ട് നമുക്ക് കാണാം. എന്തായാലും ബിഗ് ബോസ് മലയാളം സീസൺ 7 ഓഡീഷനും കാര്യങ്ങളൊക്കെ സ്റ്റാർട്ട് ചെയ്യുന്നു. ലാലേട്ടൻ ഇല്ല എന്നൊക്കെയുള്ള രീതിയിലുള്ള ന്യൂസും കാര്യങ്ങളൊക്കെ കേൾക്കുന്നുണ്ടായിരുന്നു. സോ ലാലേട്ടൻ ഇല്ലാത്തൊരു ബിഗ് ബോസ് എന്ന് പറയുമ്പോൾ, സോ ഒബ്വിയസ്ലി നമുക്കങ്ങനെ നമ്മളിങ്ങനെ കണ്ട് ശീലിച്ചിട്ടുള്ള ആ ഒരു സംഭവം, പിന്നെ പ്രത്യേകിച്ച് പ്രേക്ഷകർക്ക് ശനി ഞായറും ലാലേട്ടനെ ഇങ്ങനെ സ്ക്രീനിൽ കാണാൻ പറ്റും, അദ്ദേഹത്തിൻ്റെ ഒരു ടോക്കും കാര്യങ്ങളൊക്കെ കേൾക്കാൻ പറ്റുന്നതൊക്കെ പറയുന്നത് ഭയങ്കര രസമാണ്. സോ ലാലേട്ടൻ പോണ്ട എന്ന് തന്നെയാണ് എൻ്റെ അഭിപ്രായം. നിങ്ങളുടെ അഭിപ്രായം എന്താണെന്ന് അതും കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തും. ഒരുപാട് കാര്യങ്ങൾ നിങ്ങളോട് ഞാൻ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്താൻ പറയുന്നത്. സോ നിങ്ങൾ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തു. സോ ഇതൊക്കെയാണ് ഇപ്പം നമുക്ക് കൺഫേംഡ് അൺകൺഫേംഡ് ആയിട്ട് കിട്ടിയ ലിസ്റ്റുകളും കാര്യങ്ങളൊക്കെ. സോ നിങ്ങളുടെ അഭിപ്രായങ്ങൾ നിങ്ങൾ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. ഇനിയും ഇതുപോലുള്ള തമിഴ് ബിഗ് ബോസ് ടോപ്പിക്ക് വെച്ചിട്ടുള്ള വീഡിയോസ് വേണോ എന്നുള്ള കാര്യം കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുന്നു വിശ്വസിക്കുന്നു. പുതിയൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണുന്നവരേക്കും ബൈ ഗൈസ്.